റീത്തേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്റെ ഉറച്ച തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടേതല്ലേ? അത് മനസ്സിൽ തന്നെ വെച്ചാ മതി. അപ്പോ കാര്യങ്ങളൊക്കെ ചേച്ചി പറഞ്ഞു കഴിഞ്ഞു. മണ്ടി, ഞാൻ നേരിട്ട് പറയുന്നതല്ലേ അതിന്റെ ഒരു രസം. എന്താ ഞങ്ങളുടെ ജീവിതം കൊണ്ട് പന്താടുകയാണോ? അയ്യോ, നീ തെറ്റിദ്ധരിച്ചാ സംസാരിക്കുന്നത്. ഇതൊക്കെ നാട്ടു നടപ്പല്ലേ, ഞാനത്രയും ബോറൊന്നുമല്ല. അത് മനസ്സിലായി. ആദ്യം ചേച്ചിയെ തന്ത്രത്തിൽ വീഴ്ത്തി, ഇപ്പോ അനുജത്തെ പാട്ടിലാക്കാൻ കരുക്കൾ നീക്കുന്നു. നിങ്ങളൊരു വൃത്തികെട്ട മനുഷ്യനാണ്. നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. എന്റെ അവസ്ഥ അതാണ്. ഈ ഭാരിച്ച സ്വത്തുക്കൾക്ക് അന്യ അവകാശി പാടില്ല. അത് സ്വന്തം രക്തത്തിൽ പിറന്നതാവണം. അത് തെറ്റാണോ? ശരിയായിരിക്കാം, പക്ഷേ എന്നെ കിട്ടില്ല. എന്റെ സന്തോഷിന്റെ വിവാഹം നിങ്ങൾ ഉറപ്പിച്ചതല്ലേ? ഞങ്ങളുടെ സ്നേഹം അറിയാവുന്നതല്ലേ? അതൊക്കെ മറന്നുകളാ. ഇപ്പോ കല്യാണ ആവശ്യം എനിക്കാണ്. അല്ലെങ്കിൽ നിന്റെ സ്ഥാനത്ത് വേറെ ആള് വരും. നിന്റെ ചേച്ചിയുടെ സ്ഥിതി കഷ്ടാവും. ഓർത്തു നോക്ക്. എന്നാലും എന്നെ കിട്ടില്ല. നിങ്ങൾ വഞ്ചകനാണ്. ഞാൻ ഇന്ന് തന്നെ പോകും. ഇപ്പൊ തന്നെ പോകും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ആരെയും നിർബന്ധിക്കുന്ന ശീലം എനിക്കില്ല. പോവാണോ? അതെ. ഇപ്പൊ തന്നെ പോണോ? പോയിക്കോ, ഞാൻ തടയുന്നില്ല. എനിക്ക് ഒരു വിഷമവും ഇല്ല. ആ നിക്ക്, ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ടേ? 1 മിനിറ്റ്. ഹലോ, കൃഷ്ണ ട്രാവൽസ്. 1 സെക്കൻഡ്. ഇപ്പൊ റെഡിയാക്കി തരാൻ ടിക്കറ്റ്. ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി. റീത്ത, ട്രെയിൻ വേണോ ബസ് മതിയോ? ട്രെയിൻ ഭയങ്കര തിരക്കായിരിക്കും. അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പോകാമായിരുന്നു. ബസ് മതിയല്ലേ? ആ ഹലോ, ആ പട്ടാമ്പിയിലേക്ക് ഒരു ടിക്കറ്റ്. ആളവിടെ എത്തും. ബില്ല് ഓഫീസിലേക്ക് അയച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. റീത്ത, ടിക്കറ്റ് റെഡി. ബസ് 10 മണിക്ക് പുറപ്പെടും. ശരി, പോയിക്കോളൂ. ഞാൻ കൊണ്ടുവിടണോ? വേണ്ട. ശരി. അല്ല, ചേച്ചിയോട് പറയുന്നില്ലേ? അതല്ലേ മര്യാദ. എന്നോട് ദേഷ്യം ഉണ്ടെങ്കിലും അത് ചേച്ചിയോട് കാണിക്കണോ? ചേച്ചി മുകളിലുണ്ട്. വാ വാ വാ. ആ അവിടെ മുകളിലുണ്ട്. നടക്കേ നടക്കട്ടെ. വാ 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 വാ. കണ്ടേ? നോക്ക്. നോക്ക് നോക്ക് നോക്ക്. ആ ഇനി പോയിക്കോ, ഇനി പോയിക്കോ. ബസ്സിന് സമയമായി. ചെല്ലു ചെല്ലു ചെല്ലു. അയ്യോ, ബസ്സിന് സമയമായിന്ന്. ചെല്ലുന്നു. പോയിക്കോ പോയിക്കോ. ആ പിന്നെ നീ അവിടെ എത്തുമ്പോഴേക്കും നാളത്തെ പത്രത്തിലൊരു ന്യൂസ് ഉണ്ടാവും. അനുജത്തിയുടെ ദുർനടപ്പ് കാരണം ചേച്ചി ആത്മഹത്യ ചെയ്തെന്ന്. ആ പോയിക്കോ. പോ പോ പോ. എന്റെ ചേച്ചി വിട്ട് ഞാൻ പോകില്ല. ഞാൻ പോണില്ല. നല്ല അനുസരണയുള്ള സ്നേഹമുള്ള അനിയത്തി. സാറേ റീത, റീത, സന്തോഷ്, നമുക്ക് ഇവിടുന്ന് പോണം.
നമ്മൾ എങ്ങോട്ടേക്കും? ചേച്ചി തനിയെ വിട്ട് ഇപ്പൊ അതൊന്നും ചിന്തിക്കാനുള്ള നേരമില്ല. നീ വാ, നമുക്കൊന്ന് റെസ്റ്റ് വരെ ചെയ്യാം. ചെല്ലുമോളെ, ആ ദുഷ്ടനിൽ നിന്ന് വേഗം രക്ഷപ്പെട. ചേച്ചി, ദൈവമാണ് സന്തോഷം ഇങ്ങോട്ട് അയച്ചത്. പോ, എന്നെ പറ്റി ഓർക്കണ്ട. പോ. കാമുകന്റെ കൂടെ ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുന്ന ചേച്ചി, അതും ഭർത്താവിൽ നിന്ന് രക്ഷപ്പെടാൻ. ഓടാ, കൊണ്ടുപോടാ ഇവിടെ. എന്നെ വെല്ലുവിളിച്ച് വന്ന വീരസിംഹമാണിവൻ. കൂടെ ചെല്ലടി, ഓടാ. ഇല്ല സന്തോഷ്, ഇപ്പൊ പോ. നീ ചിന്തിച്ചിട്ടാണോ പറയുന്നത്? ഇവൻ നിന്നെ... ഇല്ല, ഞാൻ വരുന്നില്ല. എന്റെ ചേച്ചി വിട്ട് ഞാൻ എങ്ങും വരുന്നില്ല. സന്തോഷ്, പോകാൻ. എല്ലാം ശുഭമായെന്ന് ഞാൻ കരുതുന്നു. എനിക്കറിയാമായിരുന്നു, അതുകൊണ്ടായി ഇത് അച്ചടിച്ചത്. വിവാഹ ക്ഷണപത്രം. എന്റെ അനുജ തെറിയത്തെയും ജയനുമായുള്ള വിവാഹം ഈ മാസം 5-ാം തീയതി 10-നും 11-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. അന്നേ ദിവസം വിവാഹത്തിൽ സംബന്ധിക്കാൻ കുടുംബസമേതം വന്നു ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് എലിസബത്ത്. എങ്ങനെയുണ്ട്? ഇതാ, നോക്ക് നോക്ക് നോക്ക്, വായിച്ചു നോക്ക്. ഈ മോഹം നടക്കില്ല, ഞാൻ നടത്തില്ല. ഇത് കീറി കളഞ്ഞിട്ട് എന്ത് കാര്യം? ഇത് പ്രൂഫാണ്. ഒറിജിനൽ ഇപ്പോൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിരിക്കും. കല്യാണത്തിന് ക്ഷണിക്കേണ്ടവരുടെ ലിസ്റ്റ് എടുത്തോളൂ. വിവാഹം ഗംഭീരമായിരിക്കണം. എല്ലാം നീ വേണം നടത്താൻ. എന്താ ഇത്? നല്ലൊരു മാറ്റർ വായിച്ചിട്ട് സന്തോഷിക്കല്ലേ വേണ്ടത്? നല്ലൊരു സുദിനമല്ലേ വരാൻ പോകുന്നത്. കരയാതെ മോളെ.